തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത് ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാല് രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് വീണ്ടും നമ്മുടെ രേണുസുതിയാണ്. മറ്റൊന്നുമല്ല, നന്ദികേടിൻ്റെ ഒരു മുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്ദികേടിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പം രേണുസുതിയാണെന്ന്. അവരൊന്നും അല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവരെ സഹായിച്ചവർ, ആ ഫാദർ ആകട്ടെ, ഫിറോസ്ക്കാവട്ടെ, തുടങ്ങി അവരെ എല്ലാവരെയും, അന്ന് അവരെ സഹായിച്ച ആരെല്ലാം ഉണ്ടോ അവർക്കെതിരെ എല്ലാം ഇന്ന് അവർ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർക്ക് ഒരു അത്താണി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വരുമാനം ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് അവരെല്ലാം നല്ലവരായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നല്ല ഫേമായി, ഒരു സെലിബ്രിറ്റി ആയി, ഇപ്പോൾ വരുമാനങ്ങൾ വന്നു തുടങ്ങി. ഈ ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് എന്തായി, അവരുടെ കുണം അങ്ങ് മാറി. അവരുടെയും അവരുടെ വീട്ടുകാരുടെ അവരെല്ലാവരും ഇപ്പോൾ എന്താണ്, പണ്ട് ഇവരെ സഹായിച്ചവർക്ക് എതിരെയാണ് ഇന്ന്. നമ്മുടെ ബിഷപ്പ് ഇവർക്കെതിരെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചപ്പോൾ ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അത് ഇവർ കൈപ്പറ്റിയതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ ഈ വീട് വെച്ച് നൽകിയ ഫിറോസ്ക്ക ഉണ്ടല്ലോ, ആ ഫിറോസ്ക്കായെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുമാണ് അവർ ഇപ്പോൾ പുതിയതായിട്ട് ഇട്ടേക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. ആരും സ്കിപ്പ് അടിച്ച് പോകല്, അവസാനം വരെ കാണുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് തരാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. കൂടാതെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം തന്ന് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണം ഉണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത് ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാല് രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. അപ്പം പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വോക്കൽ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രേണുവിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്, എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഈ മെസ്സേജ് അയപ്പെന്ന് പറയുന്ന ഈ കാര്യം എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചേക്കുന്നത്. നമ്മൾ ആര് കേട്ടാലും അങ്ങനെ തോന്നും. ആ ഒരു രീതിയിലാണ് രേണു അതിനെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്താണ് മെസ്സേജ് അയച്ചതെന്നോ എന്താണോ സംസാരിച്ചതെന്നോ നമുക്കറിയാത്ത പക്ഷം നമ്മൾ അതിനെ വിലയിരുത്തുന്നത് ശരിയല്ല. എന്നിരുന്നാലും രേണുവിൻ്റെ സംസാരം വെച്ചുകൊണ്ട് കേൾക്കുമ്പം അവർ ഏതാണ്ടൊക്കെ ഒരു ചെറിയ ബ്ലാക്ക് മെയിലിൻ്റെ ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. അഥവാ ഇനിയിപ്പം എന്തെങ്കിലും എനിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് എടുത്ത് പുറത്ത് വിടുമെന്നോ ആ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പുള്ളി എന്നെ പറയുന്നത് കേട്ടല്ലോ, ഞാനും സംസാരിച്ചിട്ടുണ്ട്, ഇക്കായും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് രേണു എന്നെ പറഞ്ഞപ്പോൾ ഉണ്ട്. അപ്പം അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അവരെ എൻകേസ് ഇനി പുറത്ത് വിട്ടാൽ നമുക്ക് അന്ന് കാണാം. അപ്പം ഇനി അടുത്തത് കാണാനുള്ളത് നമ്മുടെ ബിഷപ്പിനെതിരെയുള്ള ഒരു സംസാരമാണ്. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി വെച്ച്, ഇന്ന് 24അല്ലേ ചേട്ടാ? നല്ല ആളോടാ ചോദിച്ചേട്ടാ. ഇന്ന് 23ആം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രേ അടച്ചു തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്ന് അറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചു തന്നെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ, സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് വായിക്കട്ടെ. അപ്പൊ ബൈ. അപ്പൊ എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇദ്ദേഹം കൊടുത്തത് എനിക്കറിയില്ല. ബ്ലോഗർമാരുമായിട്ട് ബന്ധമില്ല, ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ബ്ലോഗർമാരുടെ കയ്യിലായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ. ഈ സാധനം എനിക്കിപ്പോ കിട്ടിയതില്ല, പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പൊ ബൈ. ഞാൻ ഹാപ്പിയാണ്, ഐ എം സോ ഹാപ്പി. എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടിട്ടുമില്ല. ഓക്കെ. രേണുസുതി പറഞ്ഞേക്കുന്നത് എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടിട്ടുമില്ലെന്ന്. പിന്നെ ആരാണ് പെട്ടത്? നിങ്ങൾക്ക് സ്ഥലം തന്ന അച്ഛനോ അതോ ഫിറോസോ? ആരാണ് പെട്ടത്? നിങ്ങളുടെ ചേച്ചി അപ്പുറത്തിരുന്ന് ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ വ്ളോഗർമാർക്കാണ് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ അതിനെന്താണ് തെളിവുള്ളത്?
ഇവരെ പറച്ചിൽ കേട്ടാൽ തോന്നും ഈ വ്ളോഗർമാരെല്ലാം ബിഷപ്പ് പോക്കറ്റിട്ടുണ്ട് കിടക്കുകയാണ് എന്നുള്ളത്. ഈ പറയുന്ന വ്ളോഗർമാർ തന്നെയാണ് രേണുസുതി നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്. അതെന്താ മറക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പം അത് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലായിരിക്കും. പക്ഷേ ഈ പറയുന്ന വ്ളോഗർമാർ തന്നെയാണ് നിങ്ങളൊന്നും അല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത്. നിങ്ങൾ ബിഗ് ബോസിലൊക്കെ പോയത് നെഗറ്റീവോ പോസിറ്റീവോ ആവട്ടെ, നിങ്ങൾക്ക് ഇത്ര മൈലേജ് നേടി തന്നത് ഈ വ്ളോഗർമാരാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതെല്ലാവരും കയ്യെ കിട്ടും. അത് അച്ഛൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു വ്ളോഗർ കയ്യെ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് ബാക്കിയുള്ളവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഈ വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ആയത്. നിങ്ങൾ പോയി നേരത്തിന് മേടിക്കാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ. ആ നോട്ടീസ് ഇറങ്ങിയപ്പോൾ നിങ്ങളെ വിളിച്ച് കാണുമല്ലോ, അല്ലെങ്കിൽ നോട്ടീസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ വിളിച്ച് കാണുമല്ലോ. നിങ്ങൾ താമസിച്ച് പോയി മേടിച്ചിട്ട് ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കുറ്റമല്ലേ? എന്നിട്ട് നിങ്ങളുടെ സംസാരം നിറയും ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ശരിയല്ല നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നിങ്ങളൊന്നും അല്ലാതിരുന്നപ്പോൾ സഹായിച്ചവരാണ് ഒരുപാട് പേര്. അവരെ നിങ്ങൾ തെള്ളി പറയല് അല്ലെങ്കിൽ മറന്നു പോകല്ലായിരുന്നു. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്വന്തം കാര്യം നിൽക്കാറായി നിൽക്കട്ടെ, അതിനകത്ത് നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് നിങ്ങളെ ഒന്നും അല്ലാതിരുന്ന കാലത്ത് സഹായിച്ചവരെ തെള്ളിപ്പറയില്ലേ എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ പറയാൻ. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്